നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അരങ്ങേറിയ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. കേസിൽ നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്വേഷണം നടത്തിയ ജില്ലാ സെക്ഷൻ ജഡ്ജി ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ജനുവരി തുടക്കത്തിലാണ് ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. റിപ്പോർട്ട് രഹസ്യരേഖയായി സൂക്ഷിക്കണമെന്ന് കേസിലെ 8ാം പ്രതി കൂടിയായ നടൻ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്നും ആവശ്യപ്പെട്ടു. പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്ന സാഹചര്യമുണ്ടായാൽ തനിക്ക് കൂടി പകർപ്പ് ലഭ്യമാക്കണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം ജസ്റ്റിസ് കെ ബാബു തള്ളി. ഇതോടെ ആരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് അതിജീവിതയ്ക്ക് മനസ്സിലാക്കാനാകും. ഇതിന്റെ പകർപ്പിനായി ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജിക്കാണ് അതിജീവിത അപേക്ഷ നൽകേണ്ടത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടിട്ടുണ്ടെന്നും അവ പകർത്തിയിട്ടുണ്ടെന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും ആരോപിച്ച അതിജീവിത നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ജില്ലാ സെക്ഷൻ ജഡ്ജിയെ നിയോഗിക്കുകയായിരുന്നു. തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായി മെമ്മറി കാർഡ് പരിശോധനകൾ നടന്നിരിക്കുന്നുവെന്നും രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്നും വ്യക്തമാകുന്ന FSL റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പിന്നാലെ ജില്ലാ സെക്ഷൻ ജഡ്ജി നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത സെക്ഷൻ കോടതിയെ സമീപിച്ചെങ്കിലും റിപ്പോർട്ടിന് രഹസ്യ സ്വഭാവമുണ്ടെന്നും അതിനാൽ നൽകാനാവില്ല എന്നുമായിരുന്നു കോടതി നിലപാട്. തുടർന്നാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കേസിൽ തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണെന്ന് നടൻ ദിലീപും ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. 80 സാക്ഷികളുടെ തെളിവെടുപ്പ് പൂർത്തിയായ ഘട്ടത്തിൽ തനിക്കും വിചാരണ കോടതിക്കും ജഡ്ജിക്കും എതിരായ ആരോപണം ഉന്നയിച്ചും കോടതി മാറ്റം ആവശ്യപ്പെട്ടും നടിയും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അനുവദിച്ചില്ല. കേസിൽ കോടതി സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കുന്ന കാര്യത്തിൽ ജനുവരിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവിറക്കിയത്. അതിജീവിതയുടെ ഹർജിയിലായിരുന്നു കോടതി സുപ്രധാന ഇടപെടൽ ഉണ്ടായത്. കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുവാനുള്ള അതിജീവിതയുടെ നീക്കമാണിതെന്ന് കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ വാദം തള്ളിയായിരുന്നു കോടതി ഉത്തരവിറക്കിയത്. വിചാരണ കോടതി ജഡ്ജിയായ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസിനോടായിരുന്നു ഇക്കാര്യത്തിൽ വസ്തുതാ അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് 3 തവണ തുറന്നിട്ടുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതിന് പിന്നിൽ ആരെന്ന് 1 മാസത്തിനുള്ളിൽ കണ്ടെത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. മെമ്മറി കാർഡിൽ 8 ഫയലുകളാണ് ഉള്ളത്. 2018 ജനുവരി 9 രാത്രി 9:58 കാർഡ് ആദ്യമായി തുറന്നത്. അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള കമ്പ്യൂട്ടറുമായി ഈ കാർഡ് ബന്ധിപ്പിച്ചു. ഈ സമയം 2 ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി തുറക്കുന്നത് അതേ വർഷം ഡിസംബർ 13 രാത്രി 10:58 2021 ജൂലൈ 19 പകൽ 12:19 12:54 മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ജൂലൈ 19 പ്രതിയുടെ അഭിഭാഷകന് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ 2:19 2:54 ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വിവോ ഫോണിൽ ഇട്ടതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ 34ഓളം ഫയലുകളും ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സാധാരണ നിലയിൽ 2 മിനിറ്റ് മാത്രം മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ. എന്നാൽ 35 മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നത്. ഈ വിവോ ഫോണിന്റെ ഉടമ ആരെന്നാണ് ഇനിയുള്ള പ്രധാനമായി കണ്ടെത്തേണ്ടത്. കോടതി ജീവനക്കാരാണോ അതോ പുറത്തു നിന്നുമുള്ളവരാണോ എന്നതായിരിക്കും പോലീസ് അന്വേഷിക്കുക. ടവർ ലൊക്കേഷൻ, IMEI നമ്പർ എന്നിവ കേന്ദ്രീകരിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തിയേക്കും. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഇട്ട് പരിശോധിച്ചതിനാണ് ഫോറൻസിക് റിപ്പോർട്ടുള്ളത്. എന്നാൽ മെമ്മറി കാർഡിലെ നടിയുടെ ദൃശ്യങ്ങളുള്ള ഫോൾഡറുകൾ ഈ ഫോണിലിട്ട് തുറന്ന് പരിശോധിച്ചതായി FSL റിപ്പോർട്ടിലില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഫയലുകളുടെ ഹാഷ് വാല്യൂ പരിശോധനയിൽ മാറിയിട്ടില്ല. എന്നാൽ ദൃശ്യം തുറന്ന് നോക്കാതെ തന്നെ മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് അയക്കാനോ കൈമാറാനോ കഴിയും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ദിലീപിന്റെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുകയും അതിജീവിതയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്ന തരത്തിലുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്.